അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയവുമായി ബന്ധപ്പെട്ട വിവാദ തീരുമാനം കൈക്കൊണ്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് KPMS ആവശ്യപ്പെട്ടു. സ്കൂളിനെ തകർക്കുവാൻ മറ്റ് സ്വകാര്യ മാനേജ്മെന്റ് സ്കൂളുകളുടെ ഒത്താശയോടെ ഗൂഢശ്രമം നടക്കുന്നതായി KPMS സംസ്ഥാന കമ്മിറ്റി അംഗം KK രാജൻ ആരോപിച്ചു. കുട്ടികൾക്ക് സ്റ്റാൻഡേർഡില്ലെന്ന കാരണം പറഞ്ഞ സ്കൂളിലെ പ്രധാന അധ്യാപികയ്ക്കും മറ്റ് അധ്യാപകർക്കുമെതിരെ നിയമ നടപടി വേണമെന്നും KPMS ആവശ്യപ്പെട്ടു. അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയവുമായി ബന്ധപ്പെട്ട വിവാദ തീരുമാനം കൈക്കൊണ്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് KPMS ആവശ്യപ്പെട്ടു. സ്കൂളിനെ തകർക്കുവാൻ മറ്റ് സ്വകാര്യ മാനേജ്മെന്റ് സ്കൂളുകളുടെ ഒത്താശയോടെ ഗൂഢശ്രമം നടക്കുന്നതായി KPMS സംസ്ഥാന കമ്മിറ്റി അംഗം KK രാജൻ ആരോപിച്ചു. കുട്ടികൾക്ക് സ്റ്റാൻഡേർഡില്ലെന്ന കാരണത്താൽ സ്വകാര്യ സ്കൂളുകളെ സഹായിക്കുവാൻ വേണ്ടി സ്കൂളിലെ പ്രധാന അധ്യാപികയും മറ്റ് അധ്യാപകരും ചേർന്ന് നടത്തിയ ശ്രമത്തിനെതിരെ നിയമ നടപടി വേണമെന്നും KPMS ആവശ്യപ്പെട്ടു. അടിമാലി ഗവൺമെൻറ് ഹൈസ്കൂളിൽ ഏറ്റവും കൂടുതൽ പട്ടികജാതി പിന്നോക്ക വിഭാഗത്തിൽ പഠിക്കുന്ന കുട്ടികളാണ്. അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് സ്റ്റാൻഡേർഡ് ഇല്ല എന്ന ഒറ്റ കാരണത്താൽ സ്വകാര്യ മാനേജ്മെൻറ്റ് സ്കൂളുകളെ സഹായിക്കാൻ വേണ്ടി ആ സ്കൂളിലെ പ്രധാന അധ്യാപികയും അവിടുത്തെ അധ്യാപകരും കൂടി ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നിർത്തലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ സ്വകാര്യ മാനേജ്മെൻറ്റ് സ്കൂളിലേക്ക് കുട്ടികളെ പറഞ്ഞയച്ച ആ അധ്യാപകർക്കെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. +2 വിദ്യാഭ്യാസം ചെയ്യാനുള്ള നടപടി അവിടുത്തെ സ്വകാര്യ മാനേജ്മെൻറ്റ് സ്കൂളിലെ സഹായത്തോടു കൂടി തന്നെയാണ് ഇവിടെ +2 വരാതിരിക്കാനുള്ള ഒരു കാരണം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇവിടെ +2 അനുവദിക്കാനുള്ള നടപടി സ്വീകരിക്കുകയും ഈ സ്കൂളിനെതിരെ തകർക്കുവാനുള്ള ഗൂഢശ്രമം നടത്തിയ പ്രധാന അധ്യാപകരെ ഉൾപ്പെടെ നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്യുക. തന്നെയുമല്ല, ഈ അധ്യാപകർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുവാൻ KPMS മുമ്പോട്ട് വരുന്ന കാര്യം അറിയിച്ചു. അധികവും പട്ടികജാതി പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂൾ. അതുകൊണ്ടുതന്നെ കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് ഇവിടെ ലഭിക്കുന്നതായും KK രാജൻ പറഞ്ഞു. സ്കൂളിന്റെ വളർച്ചയെ തകർക്കുവാൻ വേണ്ടിയാണ് സ്വകാര്യ മാനേജ്മെന്റ് സ്കൂളുകളുടെ ഒത്താശയോടെ അധ്യാപകർ നിലപാട് സ്വീകരിച്ചതെന്നും KPMS ആരോപിച്ചു. അതോടൊപ്പം തന്നെ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ഉപരിപഠനത്തിനായി +2 അനുവദിക്കണമെന്ന ആവശ്യവും അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ +2 അനുവദിക്കണമെന്നും KPMS ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസമാണ് അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ നിർത്തലാക്കിയതിൽ പ്രവേശനോത്സവത്തിനിടെ രക്ഷിതാക്കളുടെ പ്രതിഷേധം സംഘടിപ്പിച്ചത്. മുന്നറിയിപ്പില്ലാതെ ഡിവിഷൻ നിർത്തലാക്കിയതിലാണ് രക്ഷിതാക്കൾ പ്രധാനാധ്യാപികയെ ഉപരോധിച്ചത്. വിദ്യാർത്ഥികൾ കുറവുള്ളതിനാൽ ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ നിലനിർത്താൻ സാധിക്കില്ലെന്ന് അധ്യാപകർ വ്യക്തമാക്കി. 6 കുട്ടികൾക്ക് വേണ്ടി ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ തുടരാനുള്ള അധ്യാപകരും ഇല്ലെന്നാണ് അധ്യാപകർ പറഞ്ഞത്. KSU, SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. എന്തായാലും വിവാദ പരാമർശം നടത്തിയ സ്കൂളിലെ അധ്യാപകർക്കും പ്രധാന അധ്യാപികയ്ക്കുമെതിരെ വലിയ പ്രതിഷേധമാണ് വിവിധയിടങ്ങളിൽ നിന്നും ഉയരുന്നത്. ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നുമാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ, അടിമാലി.